നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് NIOS +2 സോഷ്യോളജിയുടെ ചാപ്റ്റർ 28 ആണ്. മേജർ റിലീജിയസ് കമ്മ്യൂണിറ്റീസ് ഇൻ ഇന്ത്യ. അപ്പം ഇതിൻ്റെ അകത്ത് നമുക്ക് ആദ്യം കുറച്ച് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്നാമതായി നമുക്ക് പഠിക്കാം, നമ്മുടെ ആര്യ സമാജം ത്തിൻ്റെ ഫൗണ്ടർ ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. 1875 അതേപോലെ തന്നെ ബ്രഹ്മ സമാജത്തിൻ്റെ ഫൗണ്ടർ ആരാണ്? രാജാറാം മോഹൻ റോയി ആണ്. 1825 അദ്ദേഹമാണ് സതി എന്ന് പറയുന്ന ആചാരം അബോളിഷ് ചെയ്തത്. പിന്നെ 10th ഗുരു ഓഫ് സിക്കിസത്തിൻ്റെ 10th ഗുരു ആരാണ്? നമ്മുടെ ഗുരു നാനക്കാണ് കേട്ടോ. അതുകൂടി കൂടെ ഒന്ന് നോക്കണം. ഇനി നമുക്ക് നോക്കാം, എന്തെല്ലാമാണ് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദി ചേഞ്ചസ് ദാറ്റ് ടുക്ക് പ്ലേസ് ഇൻ ഹിന്ദുസം. ഹിന്ദുസത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ, ഹിന്ദുമതത്തിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, പണ്ട് കാലത്ത് നമ്മുടെ ഹിന്ദു സമൂഹത്തിൽ ഒത്തിരി അനാചാരങ്ങളുണ്ടായിരുന്നു. എന്തൊക്കെ? സതി, ശൈശവ വിവാഹം, പെൺഭ്രൂണഹത്യ, ജാതി സമ്പ്രദായം, അങ്ങനെ നിരവധി അനാചാരങ്ങൾ നമ്മുടെ ഇന്ത്യൻ സമൂഹത്തിൽ ഉണ്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഇതിനെയൊക്കെ ഒന്ന് പരിഷ്കരിക്കാനായിട്ട് പ്രയത്നിച്ച ഒത്തിരി ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. മെയിനായിട്ട് നമ്മുടെ രാജാറാം മോഹൻ റോയും, അദ്ദേഹമാണ് സതി എന്ന് പറയുന്ന ദുരാചാരം അവസാനിപ്പിച്ചത്. ബാക്കിയുള്ള സ്ത്രീകളുടെ സംരക്ഷണത്തിനൊക്കെ വേണ്ടിയിട്ടും സതിയും ശൈശവ വിവാഹമൊക്കെ തടയാനായിട്ടൊക്കെയാണ് അദ്ദേഹം എന്ത് ചെയ്തത്? ബ്രഹ്മസമാജം എന്ന് പറഞ്ഞ ഒരു ഓർഗനൈസേഷൻ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തത്. അടുത്ത് നമുക്ക് നോക്കാം, സ്വാമി ദയാനന്ദ സരസ്വതി, അദ്ദേഹമാണ് ആര്യസമാജം എന്ന് പറഞ്ഞ ഒരു സമാജം സ്റ്റാർട്ട് ചെയ്തത്. അദ്ദേഹത്തിനെ പറ്റി പറയാമെന്നുണ്ടെങ്കിൽ അദ്ദേഹം മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് മതേതരത്വം, സമത്വം തുടങ്ങിയ കാര്യങ്ങൾക്കാണ് അദ്ദേഹം പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പം ഇത്രയും ചേഞ്ചസ് ആണ് ഹിന്ദു മതത്തിൽ വന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്ന് പറയാനായിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത് നോക്കാം, എന്തൊക്കെ കൺസെപ്റ്റാണ് ഹിന്ദുസത്തിലുള്ളത്. ഹിന്ദുസം എന്ന് പറയുന്ന മതം ഏറ്റവും പഴക്കം ചേർന്ന ഒരു മതമാണ്. ലോകത്തിലെ വെച്ച് ഏറ്റവും പഴയ പ്രാചീന മതമാണ് നമ്മുടെ ഹിന്ദു മതം എന്ന് പറയുന്നത്. ഈ ഹിന്ദു മതത്തിലുള്ള ആളുകൾ മെയിനായിട്ട് കർമ്മം എന്ന് വെച്ചാൽ നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത്? പ്രതിഫലം കിട്ടുന്നത്. നമ്മൾ നന്നായിട്ട് പഠിച്ചാൽ നമുക്ക് ജയിക്കാനായിട്ട് പറ്റും. മാത്രമല്ല പുനർജന്മത്തിലും വിശ്വസിക്കുന്നുണ്ട്. നമുക്കൊരു 7 ജന്മം വരെ ഉണ്ട് എന്നൊക്കെ വിശ്വസിക്കുന്നുണ്ട്. മാത്രമല്ല ഓരോ മനുഷ്യനും ആത്മാവുണ്ടെന്നും മരിക്കുന്ന സമയത്ത് ആത്മാവ് സ്വതന്ത്രമാവുമെന്നും ഒക്കെ ഇവർ വിശ്വസിക്കുന്നുണ്ട്. മാത്രമല്ല മോക്ഷ പ്രാപ്തി, ഇങ്ങനെയുള്ള കുറേ കാര്യത്തിൽ ആര് വിശ്വസിക്കുന്നു? നമ്മുടെ ഹിന്ദുസത്തിലുള്ള ആളുകൾ വിശ്വസിക്കുന്നുണ്ട്. ഇനി നമുക്ക് കൺസെപ്റ്റ് ഓഫ് ഇസ്ലാം നോക്കാം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ നമ്മുടെ അല്ലാഹുവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്ന ആളുകളെ നമ്മൾ എന്തെന്ന് പറയും? ഇസ്ലാമികർ എന്ന് പറയും. ഇവർ വിശ്വസിക്കുന്ന ഇവരുടെ വിശുദ്ധ ഗ്രന്ഥം എന്ന് പറയുന്നത് ഖുറാനാണ്. ഇവർ 2 തരത്തിലുള്ള ആളുകളാണ്. ഒന്നെന്ന് പറയുന്നത് സുന്നി മുസ്ലിംസും, രണ്ടെന്ന് പറയുന്നത് ഷിയ മുസ്ലിംസുമാണ്. അപ്പോൾ നിങ്ങൾ ഇത്രയും ഓർത്താൽ മതി. ഇനി നമുക്ക് പഠിക്കാം 5 പില്ലേഴ്സ് ഓഫ് ഇസ്ലാം. ഇസ്ലാമികത്തിൻ്റെ 5 പില്ലേഴ്സ് ഏതൊക്കെയാണ്? ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ചോദിച്ചിട്ടുണ്ട്. 1, അല്ലാഹുവിൽ അല്ലാതെ വേറൊരു ദൈവത്തെ വിശ്വസിക്കാനായിട്ട് പാടില്ല. അതേപോലെ തന്നെ ദിവസവും 5 നേരം നമസ്കരിക്കണം, പാവങ്ങൾക്ക് ദാനം ചെയ്യണം, റംസാൻ മാസത്തിൽ നിരാഹാരം അനുഷ്ഠിക്കണം, ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും എന്ത് ചെയ്യണം? മക്കയിൽ പോകണം. ഇത്രയും കാര്യങ്ങളാണ് 5 പില്ലേഴ്സ് ഓഫ് ഇസ്ലാംസിൽ നമുക്ക് നോക്കാനായിട്ടുള്ളത്. അടുത്ത് നമുക്ക് നോക്കാം കൺസെപ്റ്റ് ഓഫ് ക്രിസ്ത്യൻസിൻ്റെ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം ക്രിസ്ത്യൻസിലെ പ്രധാനപ്പെട്ട ഗുരു ആരാണ്? നമ്മുടെ യേശു ക്രിസ്തുവാണ്. വിശുദ്ധ ഗ്രന്ഥം ബൈബിളാണ്. ക്രിസ്ത്യൻസിനെ 2 തരംതിരിക്കാം. 1 കത്തോലിക്ക വിഭാഗക്കാരും, 2 പ്രൊട്ടസ്റ്റൻ്റ് വിഭാഗക്കാരും. ഇനി നമുക്ക് നോക്കാം ബുദ്ധിസം സ്റ്റാർട്ട് ചെയ്തത് ആരാണ്? നമ്മുടെ ശ്രീബുദ്ധനാണ്. അപ്പോൾ പണ്ടത്തെ കാലഘട്ടത്തിൽ ഹിന്ദു മതത്തിൽ വന്നിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ, ആരാധന സ്വാതന്ത്ര്യമൊന്നും ഹിന്ദു മതത്തിൽ ഉണ്ടായിരുന്നില്ല. അപ്പം അതിൻ്റെ ഫലമായിട്ട് ഒക്കെ ഉയർന്നു വന്നിട്ടുള്ള ഒന്നാണ് ഈ ബുദ്ധമതം എന്ന് പറയുന്ന മതം. ബുദ്ധമതത്തിൽ ത്രിരത്നങ്ങളാണുള്ളത്: ബുദ്ധ, ധർമ്മം, സംഘം. ഇതിന് 3 ഇവർ പ്രധാനം കൊടുക്കുന്നത്. ഇനി ഈ ബുദ്ധമതം ഡിക്ലൈൻ ആവാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്നാമതായിട്ട് ആദ്യ കാലഘട്ടത്തിൽ ബുദ്ധമതത്തിന് കിട്ടിയ പ്രാധാന്യം കൊണ്ടും പിൽക്കാലത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. മാത്രമല്ല ബുദ്ധമതം 2 തരംതിരിച്ചു. ഏതൊക്കെയാണ്? മഹായാന ബുദ്ധിസവും ശിനായന ബുദ്ധിസവും. പിന്നെയെന്ന് വെച്ചാൽ ഹിന്ദുമതത്തെ തുടർന്ന് വന്ന ഒരു മതമാണ് നമ്മുടെ ബുദ്ധമതം. കാരണം ഹിന്ദുമതത്തിൽ എല്ലാ ആളുകൾക്കും ആരാധന സ്വാതന്ത്ര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിൽ നിന്നെല്ലാം ഒരു അവർക്ക് ആരാധിക്കാനായിട്ടും സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബുദ്ധമതം വന്നത്.
അപ്പോൾ എന്താണ്, ഹിന്ദുമതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ വന്നതിനെ തുടർന്ന് എന്ത് ചെയ്തു, അധികം ആളുകൾ ബുദ്ധമതത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. ഇതൊക്കെയാണ് ബുദ്ധമതം തകരാനായിട്ടുള്ള കാരണങ്ങളിൽ നമുക്ക് നോക്കാനായിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്തൊരു ടോപ്പിക്കിലേക്ക് പോവാം. സിക്കിസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി എന്ന് പറയുന്ന ഗുരുനാനക്കാണ്. അദ്ദേഹമാണ് സിക്കിസം ഉണ്ടാക്കിയത്. ഏറ്റവും ഒരു പുതിയ മതമാണ് സിക്കിസം. ആദ്യം പഞ്ചാബിലാണ് ഈ സിക്കിസം തുടങ്ങിയത്. ഇത് പ്രധാനമായും വ്യക്തികളുടെ ആന്തരിക ശുദ്ധിക്കും ഭക്തിക്കും ഒക്കെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു മതമാണ് നമ്മുടെ സിഖ് മതം എന്ന് പറയുന്നത്. ജാതിയൊക്കെ തീർത്തും നിരസിക്കുന്ന ഒരു മതമാണ് സിഖ് മതം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ 28ാമത്തെ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത്. ഇതിനകത്തുള്ള എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് എടുത്ത് പറയാമെന്നുണ്ടെങ്കിൽ കൺസെപ്റ്റ് ഓഫ് ഇസ്ലാമിസിൻ്റെ 5 പില്ലേഴ്സും 1 വേർഡ് ക്വസ്റ്റ്യൻസും സിക്കിസവും ബുദ്ധിസവും എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചിട്ട് വേണം എക്സാമിന് പോകാനായിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയം വല്ലതും ഉണ്ടെങ്കിൽ താഴെ നിങ്ങൾക്ക് കമൻറ്റിൽ നിങ്ങൾക്ക് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.